ചെയ്തു കൂട്ടുന്ന സർജറികൾ. ഇനി പല പേഷ്യൻസും ഡോക്ടർമാരുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ക്ഷീണമാണ് അല്ലേ, ഒരു സുഖമില്ല, ക്ഷീണമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന എന്താ? മൾട്ടിവിറ്റമിൻ അല്ലെ. എല്ലാവർക്കും ഒരു മൾട്ടിവിറ്റമിനാണ് ആദ്യം ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത്. പക്ഷേ ഈ മൾട്ടിവിറ്റമിൻ എന്ന് പറഞ്ഞ സംഭവം എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരെ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയാറുണ്ടോ? ഇതൊന്ന് വായിക്കണം. മൾട്ടിവിറ്റമിൻ ഡെയിലി അനാവശ്യമായി കഴിക്കുന്ന രോഗികളിൽ 10 കൊല്ലത്തെ സ്റ്റഡിയാണ്. അതെന്താ കണ്ടുപിടിച്ചത്? ഡെയിലി മൾട്ടിവിറ്റമിൻ കഴിക്കുന്നവരിൽ പ്രോസ്റ്റേറ്റ്, ലങ്, ലുക്കീമിയ, ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നു. സ്ത്രീകളിൽ ഓറോഫെറിഞ്ചൽ, അതായത് നമ്മുടെ തൊണ്ടയുടെയും വായിലെയും ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നു എന്നാണ്. എല്ലാ ദിവസവും മൾട്ടിവിറ്റമിൻ വെറുതെ കഴിക്കുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, വെറുതെ മൾട്ടിവിറ്റമിൻ എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, വെറുതെ മൾട്ടിവിറ്റമിൻ ഡെയിലി കഴിക്കുന്നവരിൽ ക്യാൻസറിന്റെ റിസ്ക് കൂടുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ശരിയായ രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് അല്ല. ഇനിയിപ്പം വളരെ സങ്കടകരമായൊരു കാര്യം സംഭവിച്ചിരുന്നു. ഒരു 2-3 ആഴ്ച മുമ്പ് മസ്തിഷ്ക ജ്വരം വന്ന് ഒരു കുട്ടി മരിച്ചിരുന്നു. അപ്പം ആ കുട്ടിയെ ചികിത്സിച്ച ഒരു ഡോക്ടറിൻ്റെ തല വെട്ടിപ്പൊളിച്ചു കുട്ടിയുടെ അച്ഛൻ. ഡോക്ടറിൻ്റെ തെറ്റാണ്, അയാൾ കാരണമാണ് ആ കുട്ടി മരിച്ചെന്ന് പറഞ്ഞു. അല്ല, അതൊരു വലിയ ന്യൂസായിരുന്നു. ഇത് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അമീബിക് എൻസെഫലൈറ്റിസ് ആണ്. അതിന് ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും 97% മരണനിരക്കാണ്. 97% റിസ്ക് ഓഫ് ഡൈയിങ് ആണ് ആ അസുഖത്തിന്. ഭയങ്കര ഭീകരമായ അസുഖമാണ് അത്. അങ്ങനെ ഒരു അസുഖത്തിൽ ഒരു കുട്ടി മരിച്ചെന്നറിഞ്ഞ് ഡോക്ടറിന്റെ തെറ്റാന്ന് പറഞ്ഞ് തല വെട്ടിപ്പൊളിക്കുന്നതിന്റെ കാരണം എന്താണ്? വലിയൊരു കാരണമാണ് അത്. പല കാരണങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് വലിയൊരു കാരണമാണ് മിസ് കമ്മ്യൂണിക്കേഷൻ. ആ ഡോക്ടറെ തല വെട്ടിപ്പൊളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാതൃഭൂമി ന്യൂസിലെ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്ക് സാധാരണക്കാരുടെ കമൻറ്റ് നിങ്ങൾ കണ്ടോ? ഭയങ്കര കഷ്ടമാണ്. അത് ഡോക്ടറിന് അങ്ങനെ വേണം, ഇങ്ങനെ തല വെട്ടിപ്പൊളിക്കേണ്ട കുറേ ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ മലയാള സിനിമകളിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാർ എപ്പോഴും വില്ലന്മാരാ, പോലീസ് എപ്പോഴും വില്ലന്മാരാ. കണ്ടില്ലേ നിങ്ങൾ? ഹോളിവുഡ് മൂവീസിലൊക്കെ നോക്കിയേ, ഡോക്ടർമാർ ഹീറോസാണ്, പോലീസ് ഹീറോസാണ് അല്ലേ? എന്തിന്? നോർത്ത് ഇന്ത്യയിൽ തന്നെ പോലീസ് ഹീറോ ആണ്, പക്ഷെ ഇവിടെ മാത്രം പോലീസും ഡോക്ടറൊക്കെ കള്ളന്മാരാണ് നമ്മുടെ മൂവീസിൽ. ഇത് ഒരു പബ്ലിക് ഫീലിംഗ് ഇങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം ഒരു ഭവാനിയമ്മ പറയുന്നത് കേട്ടോ, അവർ കുറച്ച് ഓവറാണ്. അവർ പറയുന്നത് ഡോക്ടർമാർ സൈഡിൽ ആൾക്കാരെ കിടത്തി കൊന്ന് അവയവങ്ങളൊക്കെ എടുത്ത് എവിടെയൊക്കെ വിടുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ കശാപ്പൊക്കെ ചെയ്ത് കൊണ്ട് വിൽക്കുന്ന സ്റ്റൈലാണ് ഭവാനിയമ്മ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര രൂക്ഷമായ ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്കെതിരെ സാധാരണക്കാരുടെ എല്ലാം നടക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം മെയിനായിട്ടുള്ള കാരണമാണ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഡോക്ടർമാർ ശരിയായ രീതിയിൽ ശരിക്കുള്ള സമയത്ത് പേഷ്യൻസായിട്ട് സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൻ്റെ എല്ലാത്തിൻ്റെയും വലിയൊരു ധൂമകേതു എന്ന് പറയുന്നത് ഈ മിസ്കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിപ്പം എവിഡൻസ് നോക്കുവാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 27% മാൽ പ്രാക്ടീസ് സൂട്ട്, അതായത് ഡോക്ടർമാർക്കെതിരെയുള്ള കേസും വക്കാലത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നതിൻ്റെ കാരണം മിസ്കമ്മ്യൂണിക്കേഷനാണ്. ഡോക്ടർ കറക്റ്റായിട്ട് പേഷ്യൻസിൻ്റെ അടുത്തും പേഷ്യൻസിൻ്റെ ഫാമിലീസിൻ്റെ അടുത്തും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കാരണമാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വയലൻസും അഗ്രഷനും കേസുകളിലും വരുന്നത്. രണ്ടാമത് എഴുതിയേക്കുന്നത് ഭയങ്കര